ഹായ്, വെൽക്കം ടു ഇത്തിരി നേരം ഒത്തിരി കാര്യം. തട്ടത്തിൻ മറയത്ത് ആക്ച്വലി ഒരു 2012 ചെയ്തത്. അപ്പം അത് കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു 12 ഇയേഴ്സ് കഴിഞ്ഞ് വർഷങ്ങൾക്ക് ശേഷം ഈ ഒരു ടീമിൻ്റെ കൂടെ വരുമ്പം ഭയങ്കര സന്തോഷം തോന്നി. അന്ന് വിനീതേട്ടൻ വിളിക്കുമ്പം എന്ത് എക്സൈറ്റ്മെൻറ്റ് വന്നോ അതിനെക്കാട്ടും എക്സൈറ്റ്മെൻ്റ് ഒക്കെയാണ് ഇപ്പോഴും വിളിക്കുമ്പം നമുക്ക് തോന്നുന്നത്. ഈവൻ ഇൻക്ലൂഡിങ് മീ, ഞാൻ ഇപ്പോൾ നിവിനെ കാണുമ്പോൾ നിവിൻ ഒരു സ്റ്റാർ ആയിട്ട് നമുക്ക് കാണാന്ന് പറയുന്നത് എനിക്കുമുണ്ട്. ആ അവനെ കാണുമ്പോൾ ബാക്കി എല്ലാവർക്കും തോന്നുന്ന ഒരു എക്സൈറ്റ്മെന്റ് ഇപ്പം ഞാൻ ഇവിടെ നിന്നിട്ട് എനിക്കത് പറയാം. ഞാൻ എക്സൈറ്റഡ് ആയിരുന്നു. സിനിമകൾ കാണുമ്പം ഓർമ്മ വെച്ച നാൾ മുതൽ സിനിമകൾ കാണുമ്പം എനിക്ക് അഭിനയിക്കാൻ ഭയങ്കര ആ റോൾ പ്ലേ ഒക്കെ ചെയ്യുന്നത് പോലെ ആ വേഷങ്ങളൊക്കെ ഇതാക്കി ഫ്രണ്ട്സിന്റെ മുന്നിലൊക്കെ ആക്ട് ചെയ്യുക, അതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളതായിരുന്നു. പാട്ട് ഒരു സൈഡിലുണ്ട്. സ്കൂളിലും പറഞ്ഞ പോലെ പാട്ടിലേക്കാണ് കൂടുതൽ ഫോക്കസ് ചെയ്തിരുന്നത്. പോലീസത്തിൻ്റെ അവര് ആരൊക്കെ മക്കളാണെങ്കിലും ഒരു പടം നമുക്ക് ലോഞ്ച് ചെയ്യാനേ പറ്റുള്ളൂ. ബാക്കിയുള്ളത് അവർ പേരുണ്ടാക്കിയതൊക്കെ അവരുടെ എഫേർട്ട് കൊണ്ടാണ്. ശരിക്കും അവരൊക്കെ തന്നെ വിനീതേട്ടനൊക്കെ സെൽഫ് മെയ്ഡ് അല്ല. ഓപ്പൺലി സ്പീക്കിംഗ് അത് പലർക്കും ഉണ്ട്. എന്നെ പുതിയ സീരിയൽ എടുക്കാൻ പോകുന്ന പുതിയ പിള്ളേർ എന്നെ ഇടയ്ക്ക് വിളിച്ച് അല്ലെങ്കിൽ മെസ്സേജ് ചോദിച്ചേട്ടാ ഞാൻ സീരിയൽ എടുക്കാൻ പോവാണ്, അത് ചെയ്താൽ സിനിമ കിട്ടാൻ പാടാണോ? ഞാൻ പറഞ്ഞു ഒരിക്കലുമല്ല. നമ്മൾ സീരിയൽ ചെയ്താൽ നമുക്ക് കൂടുതൽ എന്താ പറയുക എക്സ്പീരിയൻസ് അതിനെ കൊണ്ട് ഉണ്ടാവുന്നേ ഉള്ളൂ. ഇന്ന് വളരെ യങ് ആൻഡ് ഹാൻസം ആയിട്ടുള്ള ഒരാളാണ് എൻ്റെ കൂടെ ഈ ഇത്തിരി നേരം ഒത്തിരി കാര്യങ്ങളുമായി. നിങ്ങളുടെ സ്വന്തം ശ്രീറാം രാമചന്ദ്രൻ. ഹായ് ശ്രീറാം. നമസ്കാരം. ഇത്ര പറഞ്ഞാൽ പോരെ ഇൻട്രോ? ഓക്കെ അല്ലേ? സന്തോഷമായി. അല്ലെങ്കിൽ ഇപ്പൊ സന്തോഷത്തിലല്ലേ ഇരിക്കണം. ഞാൻ ഇപ്പൊ എന്തിനാ സന്തോഷിപ്പിക്കണം? വർഷങ്ങൾക്ക് ശേഷം എന്ന് പറഞ്ഞ സിനിമ ഇങ്ങനെ ഭയങ്കര ആക്സെപ്റ്റഡ് ആയി. അതിനേക്കാൾ നിങ്ങളുടെ സന്തോഷം എന്തായിരിക്കും? നിങ്ങളുടെ ആ ടീം മലർവാടിയല്ലേ സ്റ്റാർട്ട് ചെയ്തത് അല്ലേ? ആ മൊത്തം ടീം വീണ്ടും വർഷങ്ങൾക്ക് ശേഷം ഒരുമിച്ച് വരികയാണ്. അപ്പൊ നമുക്ക് ആദ്യം അതിനെ കുറിച്ച് അങ്ങോട്ട് പറഞ്ഞിട്ട് ബാക്കി കാര്യങ്ങളിലേക്ക് പോവാം. പറഞ്ഞോളൂ, ഞാൻ കേൾക്കാൻ റെഡിയാണ്. മലർവാടി ആർട്സ് ക്ലബ്ബിൽ ഒരു കുഞ്ഞു റോളായിരുന്നു ഞാൻ ചെയ്തിരുന്നത്. അപ്പം എനിക്ക് ആക്ച്വലി ആ റോളിൽ നിന്ന് വർഷങ്ങൾക്ക് ശേഷമാണ് ആ ടീമിൻ്റെ കൂടെ കുറച്ചും കൂടി സ്ക്രീൻ സ്പേസ് ഉള്ള ഒരു റോള് എനിക്ക് കിട്ടുന്നത്. തട്ടത്തിൻ മറയത്തിലുണ്ടായിരുന്നു. തട്ടത്തിൻ മറയത്തില് സ്മാർട്ട് ബോയ്സ് എന്ന് പറയുന്ന ഒരു എപ്പിസോഡാണ്. അപ്പം അത് കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു 12 ഇയേഴ്സ് കഴിഞ്ഞ് വർഷങ്ങൾക്ക് ശേഷം ഈ ഒരു ടീമിൻ്റെ കൂടെ വരുമ്പം ഭയങ്കര സന്തോഷം തോന്നി. അന്ന് വിനീതേട്ടൻ വിളിക്കുമ്പം എന്ത് എക്സൈറ്റ്മെൻറ്റ് വന്നോ അതിനെക്കാട്ടും എക്സൈറ്റ്മെൻ്റ് ഒക്കെയാണ് ഇപ്പോഴും വിളിക്കുമ്പം നമുക്ക് തോന്നുന്നത്. കാരണം ഈ ഒരു ടീമിൻ്റെ കൂടെയാണ് മലർവാടി ആ ഒരു ടീം ഒരുമിച്ച് വരികയെന്ന് പറയുമ്പം ഒരു റീയൂണിയൻ അല്ലേ. അത് എസ്പെഷ്യലി നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ടെങ്കിലും നമ്മൾ ഓൺ സ്ക്രീൻ നമ്മളെല്ലാവരും ഒരുമിച്ച് വരിക എന്ന് പറയുന്നത് ഭയങ്കര എക്സൈറ്റ്മെന്റ് എപ്പോഴും. പിന്നെ ആ ഷൂട്ടിംഗ് ഡേയ്സും നിങ്ങൾ എല്ലാവരും ഒരുമിച്ചുള്ളതും ഭയങ്കര മൂന്നാറായിരുന്നു. മൂന്നാർ ഒരു 7 ദിവസം മൂന്നാർ ഷൂട്ട് ഉണ്ടായിരുന്നു. അപ്പം എനിക്ക് ഈ പറഞ്ഞ പോലെ ചുറ്റും നമുക്ക് ബേസിലുണ്ട്, പ്രണവ് മോഹൻലാലുണ്ട്, ധ്യാൻ, വിനീതേട്ടൻ, അജു, നിവിൻ, എവിടെ നോക്കിയാലും സ്റ്റാർസാണ്. ഈ പറഞ്ഞ എവിടെ നോക്കിയാലും ഫ്രണ്ട്സിനെ കണ്ടിപ്പോൾ നമ്മൾ ഇത്രയും വർഷത്തിനിടയിൽ അവരുടെ വളർച്ച എന്ന് പറയുന്നത് ഭയങ്കര വളർച്ച. അപ്പം ഈവൻ ഇൻക്ലൂഡിങ് മീ, ഞാൻ ഇപ്പോൾ നിവിനെ കാണുമ്പോൾ നിവിൻ ഒരു സ്റ്റാർ ആയിട്ട് നമുക്ക് കാണാന്ന് പറയുന്നത് എനിക്കുമുണ്ട്. അപ്പം അവനെ കാണുമ്പോൾ ബാക്കി എല്ലാവർക്കും തോന്നുന്ന ഒരു എക്സൈറ്റ്മെന്റ് ഇപ്പം ഞാൻ ഇവിടെ ഇരുന്നിട്ട് എനിക്കത് പറയാം. ഞാൻ എക്സൈറ്റഡ് ആയിരുന്നു. നിവിൻ അവിടെ എന്താ പറയുക ആ ഒരു ക്യാരക്ടർ നിതിൻ മോളി എന്ന് പറയുന്ന ക്യാരക്ടർ ചെയ്യുമ്പം ഞങ്ങൾ കണ്ടിട്ടുണ്ട് അത് തിയേറ്ററിൽ ഒരു ഓളം ഉണ്ടാക്കാൻ സാധ്യതയുള്ള സീനായിരിക്കും എന്ന് അവിടെ നിന്ന് തോന്നിയിട്ടുണ്ട്. സോ ആ വ്യത്യാസമുണ്ട്. ഇപ്പോൾ ഫ്രം വെരി ബിഗിനിങ് ടു ബിക്കമിങ് എ സൂപ്പർ സ്റ്റാർ നമ്മൾ നേരിട്ട് കൂടെ നിന്ന് കണ്ടിട്ടുണ്ട്. അതൊക്കെ ഒരു ഭാഗ്യമായി തോന്നിയിട്ടുണ്ട്. പിന്നെ ആ മൂവിയുടെ ഏറ്റവും ബ്യൂട്ടി ആയിട്ട് തോന്നിയത് എന്താ അറിയോ?
ഭയങ്കര രസമായിട്ടൊരു ഫ്രണ്ട്ഷിപ്പ് പറഞ്ഞു. അത് സിനിമയിലേക്ക് ഭയങ്കര മോട്ടിവേറ്റിംഗ് ആണ് സത്യം പറഞ്ഞാൽ. ഇന്നത്തെ ഒരു ജനറേഷൻ പഠിക്കേണ്ടുന്ന കുറേ കാര്യങ്ങൾ വിനീത് അതിൽ കൂടെ കൺവേ ചെയ്യുന്നുണ്ട്. അതിനേക്കാൾ എനിക്ക് അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സംഭവം എന്താ അറിയോ, ഞങ്ങളെ ട്രോളാൻ ഞങ്ങൾ തന്നെ മതി, ഞങ്ങൾക്ക് ഒരാളുടെ സഹായം ആവശ്യമില്ല എന്ന് പറയുന്ന പോലെ ഓരോ ക്യാരക്ടേഴ്സിൽ കൂടിയും പറയേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് കൊണ്ടുപോയിട്ടുണ്ട്. നിങ്ങൾ ഷൂട്ടിംഗ് അല്ലാത്ത സമയത്തുള്ള നിങ്ങളുടെ അവിടുത്തെ ആ ഒരുമിച്ചുള്ള ദിവസങ്ങൾ എങ്ങനെയാണ്? നിങ്ങൾ എന്തിൽ കൂടെയാണ്? ആക്ച്വലി വിനീതേട്ടൻ ഇപ്പം മൂന്നാറ് ഷൂട്ടിംഗ് 7 ദിവസം വെച്ച് തന്നെ വെരി വെൽ പ്ലാൻഡ് ആയിരുന്നു. അത് ഷൂട്ടിംഗ് എല്ലാത്ത ഇടവേള എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, ചുറ്റും ഫ്രണ്ട്സാണ്, ചുറ്റും അവിടെ അതിന്റെ ഇടയിൽ ഷൂട്ട് ചെയ്യുന്നു. ഈ ക്രിക്കറ്റ് കളിക്കാനൊക്കെ വൈകുന്നേരം പോയി വിനീതേട്ടൻ അവിടെ വന്ന് അതെ ഒന്ന് ഷോട്ട് എടുത്തോട്ടെ ഒന്ന് വരുമോ എന്ന് പറയുന്ന സിറ്റുവേഷൻ ആയിരുന്നു. അപ്പം ശരിക്കും ഭയങ്കര രസകരമായിട്ടുള്ള മൊമെന്റ്സിന്റെ ഇടയിലായിരുന്നു ഷൂട്ട്. ഷൂട്ടിങ്ങിന്റെ ഇടയിൽ മൊമെന്റ്സിന്റെ ഇടയിൽ ഷൂട്ടായിരുന്നു. ഇപ്പം അങ്ങനത്തെ ഒരു സിനിമയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതല്ല, നമ്മൾ അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഉണ്ടാവുന്നു എന്നുള്ളത് തന്നെ വലിയ കാര്യമാണ്. പ്ലസ് ആസ് എൻ ആക്ടർ നമ്മൾ കാണാൻ കിട്ടുന്ന ഒരു വലിയ വേറൊരു കാര്യമുണ്ട് അവിടെ. ഒരു കാലത്ത് നമ്മൾ കണ്ടിരുന്ന ഒരു ഹിറ്റ് കോംബോ, ലാലേട്ടൻ ശ്രീനിയങ്ങൾ ഒരു കോംബോ ആണ് അത്. അവർ തന്നെ വന്ന് മുന്നിൽ നിൽക്കുന്ന പോലെയാണ് നമ്മുടെ മുന്നിൽ പ്രണവും ധ്യാനും നിൽക്കുന്നത്. അതെങ്ങനെയായിരുന്നു അവരുടെ ഒരു ഏജും അല്ല അവർ ക്യാരി ചെയ്യണത്. അപ്പോൾ അതിനിങ്ങനെ മാറി നിന്ന് നോക്കുമ്പോൾ എന്താ ഫീൽ ചെയ്തത് ശ്രീറാമിന്? ഒന്ന് എനിക്ക് ഭയങ്കര ഭാഗ്യമായിട്ട് തോന്നാറുണ്ട്. കാരണം നമ്മളൊക്കെ അതെ ചെറുപ്പത്തിൽ ഈ മോഹൻലാൽ ശ്രീനിവാസൻ സിനിമകൾ കണ്ട് നാടോടിക്കാറ്റൊക്കെ എത്ര തവണ കണ്ടു ഇപ്പോഴും നമ്മൾ വെച്ചാൽ ഇരുന്ന് കാണാം. സോ അവരുടെ നെക്സ്റ്റ് ജനറേഷന്റെ കൂടെ നമ്മൾ അഭിനയിക്കുക, ഇവരെ കാണാൻ അതുപോലെ ഉള്ളപ്പം നമ്മൾ ആ ഒരു യൂണിവേഴ്സിൽ എത്തിപ്പെട്ട പോലത്തെ ഒരു ഫീൽ വരിക, അതൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഈവൻ ധ്യാൻ ആ വയസ്സായിട്ടുള്ള ക്യാരക്ടറിലേക്ക് മാറിയിട്ട് വരുമ്പോൾ വിനീതേട്ടന്റെ കണ്ണുകൾ നിറയുന്ന കണ്ടിട്ടുണ്ട്. വിനീതേട്ടൻ പറഞ്ഞു തന്നത് ശ്രീനിവാസൻ സാറിനെ ഓർമ്മ വന്നു, അതുപോലെ ശരിക്കും ഞെട്ടിച്ചു. അപ്പം ആ മൊമെന്റ്സ് ഒക്കെ നമ്മൾ നേരിട്ട് കാണുകയല്ലേ, അത് നേരിട്ട് കാണുക. അവരുടെ ആ ഒരു ഇതിൽ നമ്മളും ഉണ്ടായിരുന്നല്ലോ, അതൊരു ജെനുവിൻ ആയിട്ടുള്ളൊരു മൊമെന്റ് ആയിട്ട് തോന്നി. നീ കമ്മിങ് ബാക്ക് ടു യുവർ പേഴ്സണൽ ഇത്, ശ്രീറാം വരുന്നത് ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു മ്യൂസിക്കൽ ബാക്ക്ഗ്രൗണ്ടുള്ള ഫാമിലിയിൽ നിന്നാണ്. അറിയാത്തവർക്ക് വേണ്ടി പാലാ സി കെ രാമചന്ദ്രൻ എന്ന് പറയുന്ന ഒരു വലിയ എന്താ പറയുക മ്യൂസിക്കൽ ജീനിയസിൻ്റെ മോനാണ്. അങ്ങനത്തെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ ജീവിച്ചിട്ടും എന്തുകൊണ്ടാണ് ഇത്തരം സ്വപ്നങ്ങളിലേക്ക് മാറിപ്പോയത്? ആക്ടിങ് അല്ലെങ്കിൽ ഡിറക്ഷനിലും നിന്നിട്ടില്ല, അങ്ങനെ എന്തോ ഒരെണ്ണം ചെയ്തിട്ടില്ല. അത് ഒന്ന് സിനിമയിലേക്ക് കയറാൻ വേണ്ടി മാത്രം വന്നതാണ്, ഒരു ഇൻട്രസ്റ്റ് എന്ന രീതിയിൽ. 2008 ഞാനത് ജോയിൻ ചെയ്യുന്നത്. 2008 ഇന്നത്തെ പോലെ ഇൻസ്റ്റാഗ്രാമില്ല, ഓഡീഷന് പോവാന്ന് പറയുന്നത് തന്നെ ആദ്യമായിട്ട് ക്ലബിലാണ് ഓഡീഷൻ ആയിട്ട് ഞാൻ അറിയുന്നത്. അപ്പൊ ആദ്യത്തെ ഓഡീഷന് അപ്ലൈ ചെയ്ത് കുറെ പുതുമുഖങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്തതിൽ ഒരു ഭാഗമായിരുന്നു ഞാനും. അപ്പം അതിന് മുന്നേ അസിസ്റ്റന്റ് ആയിട്ട് മദ്രാസിലേക്ക് പോവാന്നുള്ളത് തന്നെ ഓപ്ഷൻ ഉണ്ടായിരുന്നുള്ളൂ. ഈ പറഞ്ഞ പോലെ മ്യൂസിക്കൽ ബാക്ക്ഗ്രൗണ്ട് അത്രയും ഇതിലുള്ള ആളോട് അച്ഛന് വേണമെങ്കിൽ പറയാം നീ പാട്ടെന്നെ നോക്കിയാൽ മതി, പക്ഷെ അച്ഛൻ ഒരിക്കലും അത് പറഞ്ഞിട്ടില്ല. എന്താണോ താല്പര്യം അത് ചെയ്യുക, അതാണ് ഏറ്റവും വേണ്ടത്. അല്ല, ഞാൻ എപ്പോഴും ചോദിക്കണം തോന്നിയിട്ടുള്ളൊരു കാര്യം, കാരണം വീട്ടിലെപ്പോഴും എന്തായാലും നാച്ചുറലി സംഗീതം ഉണ്ടാവും അല്ലെ, അച്ഛൻ്റെ സാധകം ചെയ്യലാണെങ്കിലും എങ്ങനെയെങ്കിലും ഒക്കെ സംഗീതം ഉണ്ടാവും. എന്നിട്ടും എന്തുകൊണ്ടായിരിക്കാം അതിലേക്ക് പാട്ട് പാടുമോ ചോദിക്കട്ടെ? ആദ്യം പാട്ട് പാടി ഇടയ്ക്ക് പാടും, പക്ഷെ ഈ പറഞ്ഞ പോലെ നമ്മൾ പാട്ട് എപ്പോഴും പ്രാക്ടീസ് ചെയ്ത് എപ്പോഴും അതിനൊരു നമ്മൾ പാട്ട് പാടും ഇല്ല. അല്ല, അപ്പൊ അങ്ങനെയുള്ളൊരു അത് കണ്ട് അല്ലെങ്കിൽ അത് കേട്ട് വളരുമ്പോൾ സാധാരണഗതിയിൽ കുട്ടികൾ അതേ വഴിയിൽ പോകാറാണ് പതിവ്. പക്ഷെ എങ്ങനെയാണ് ആ ഡ്രീം ആക്ടിങ് എന്നുള്ളതിലേക്ക് വന്നത്? എനിക്ക് സിനിമകൾ കാണുമ്പം, ഓർമ്മ വെച്ച നാൾ മുതൽ സിനിമകൾ കാണുമ്പം എനിക്ക് അഭിനയിക്കാൻ ഭയങ്കര ആ റോൾ പ്ലേ ഒക്കെ ചെയ്യുന്നത് പോലെ ആ വേഷങ്ങളൊക്കെ ഇതാക്കി ഫ്രണ്ട്സിന്റെ മുന്നിലൊക്കെ ആക്ട് ചെയ്യുക, അതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളതായിരുന്നു. പാട്ട് ഒരു സൈഡിലുണ്ട്, സ്കൂളിലും പറഞ്ഞ പോലെ പാട്ടിലേക്കാണ് കൂടുതൽ ഫോക്കസ് ചെയ്തിരുന്നത്. പക്ഷെ പിന്നീട് കോളേജൊക്കെ ആയപ്പോഴത്തേക്കും മനസ്സിലായി നമുക്ക് എന്താണ്. അല്ല, കോളേജ് എത്തുമ്പോൾ നമ്മൾ ഞാൻ എഞ്ചിനീയറിംഗ് ആയിരുന്നു. എഞ്ചിനീയറിംഗ് പഠിക്കുമ്പോൾ എഞ്ചിനീയർ ആവണോ അല്ല വേറെ എന്തെങ്കിലും ചെയ്യണോ എന്നുള്ളത് പഠിപ്പിന്റെ ഒരു ലെവൽ അനുസരിച്ച് എനിക്ക് മനസ്സിലായി, ഓക്കെ ഇതല്ല വേറെ വഴിയാണ് എൻ്റെ വഴി എന്നുള്ളത്.
കാരണം അപ്പോഴേ എനിക്ക് ഫുൾ സിനിമയാണ് തലയിൽ മുഴുവനും. എന്ത് ഡിസ്കസ് ചെയ്യണമെങ്കിലും സിനിമ മാത്രം എത്ത കോൺവെർസേഷൻ അത് സിനിമയിലേക്ക് പോകും. അപ്പം അതായിരുന്നു എനിക്ക് തോന്നുന്നു ഡിസിഷൻ മേക്കിങ്ങിൻ്റെ ഒരു വഴി എന്നുള്ളത്. പിന്നുള്ളത് കംപ്ലീറ്റ് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നതല്ലേ. അതായത് ചൂസ് ചെയ്യുന്നത് വരെ ഒരു ഇതുണ്ട്, ചൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള നമ്മുടെ ഒരു ജേർണിയാണ് ഈ കാണുന്നത്. നമ്മൾ അച്ഛൻ്റെ സപ്പോർട്ടിനെ കുറിച്ച് പറഞ്ഞു വരികയായിരുന്നു, അപ്പോഴാണ് ഞാൻ ബ്രേക്ക് ചെയ്ത് കൊണ്ടുപോയത്. അപ്പം അച്ഛനോട് ഇത് പ്രസൻറ്റ് ചെയ്യുമ്പോൾ, കാരണം എഞ്ചിനീയറിംഗ് പഠിച്ചുകൊണ്ടിരിക്കുന്ന മകൻ പാട്ടുമില്ല എഞ്ചിനീയറിംഗും ഇല്ല, അതും കഴിഞ്ഞ് ഞാൻ അഭിനയിക്കാൻ പോകണമെന്ന് പറയുമ്പോൾ അപ്പോൾ അച്ഛൻ സപ്പോർട്ടീവാന്ന് മനസ്സിലായി, പറയുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇന്ന് രാവിലെ കൂടെ അമ്മേനോട് ഈ കാര്യം പറഞ്ഞേ ഉള്ളൂ. അതായത് ഞാൻ ഈ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് ഞാൻ ഹോം സ്കോളറായിരുന്നു. അപ്പം ആദ്യമായിട്ട് ഇങ്ങനെ ഒരു ഡിസിഷൻ എടുത്ത് ചെന്നൈക്ക് വണ്ടി കയറുക, ലിറ്ററലി ഞാൻ ചെന്നൈക്ക് ട്രെയിൻ കയറിയത്. അപ്പം അച്ഛൻ സ്റ്റേഷനിൽ വന്നിരുന്നു എൻ്റെ കൂടെ. ഞാൻ അച്ഛനോട് ഫിൽമിയാണ് ആക്ച്വലി, അതായത് ഈ കോൺവെർസേഷനൊക്കെ സിനിമയെ കണ്ട പോലെ ഞാൻ എഞ്ചിനീയറിംഗ് എടുക്കാതെ സിനിമയിൽ പോകുന്നതിൽ എന്തെങ്കിലും വിഷമമുണ്ടോ? അപ്പൊ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് ഇല്ല മോനെ കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞുള്ള മെലോ ഡ്രാമ പരിപാടി ഞാൻ എക്സ്പെക്ട് ചെയ്തു. പക്ഷെ അത് നീ എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടാൽ മതി, നീ സിനിമ എടുക്കുകയാണെങ്കിൽ അത് മാത്രം ശ്രദ്ധിക്കുക, അല്ലാണ്ട് പല പല സിനിമയിൽ വർക്കായില്ല വേറെ എന്തെങ്കിലും വഴി നോക്കുക, അതല്ല. എടുക്കുകയാണെങ്കിൽ അത് ഫോക്കസ് ചെയ്യും, രക്ഷപ്പെടണം. അവിടെ നമ്മൾ അത്രയും ഡെഡിക്കേറ്റഡ് ആവണം, അല്ലാണ്ട് അതൊരു തമാശയായിട്ട് ഒരിക്കലും കാണരുത്. പറഞ്ഞു. പിന്നെ ചെന്നൈയിലേക്ക് പോയി കഴിഞ്ഞ് പിന്നെ ഹൗ ഈസി ഓർ ഹൗ ടഫ് വാസ് ദ ജേർണി? ഞാൻ എക്സ്പെക്ട് ചെയ്തിരുന്ന, അല്ലെങ്കിൽ ഒരു ഭൂരിഭാഗം എക്സ്പെക്ട് ചെയ്യുന്ന സിനിമയുടെ ഗ്ലാമറോ സിനിമയുടെ സെലിബ്രേഷനോ നമ്മൾ അസിസ്റ്റ് ചെയ്യുമ്പോഴോ, അല്ലെങ്കിൽ പ്രത്യേകിച്ച് ആർട്ട് ഡയറക്ഷനാണ് ഞാൻ എടുത്തത്. അപ്പോൾ ആർട്ട് ഡയറക്ഷൻ അസിസ്റ്റന്റ് ആകുമ്പം എന്താ അതിലേക്ക് പോകാൻ കാര്യം? എനിക്ക് അതിലാ ഓപ്പർച്യൂണിറ്റി കിട്ടിയത്. എൻ്റെ ബ്രദറും സെയിം ഫീൽഡ്. എൻ്റെ ബ്രദർ പോസ്റ്റർ ഡിസൈനറാണ്. അപ്പോൾ ഏട്ടൻ്റെ സുഹൃത്താണ് സുനിൽ ബാബു എന്ന് പറയുന്ന ആർട്ട് ഡയറക്ടർ. അപ്പം സുനിലേട്ടൻ അന്ന് അസിസ്റ്റന്റിനെ നോക്കുമായിരുന്നു. അങ്ങനെ കറക്റ്റ് ആ ഒരു ഇതിൽ എനിക്ക് കുറച്ച് വരയ്ക്കാനും, ഇനി വരയ്ക്കാൻ അറിയില്ലെങ്കിലും ഞാൻ വരയ്ക്കാൻ പഠിച്ചോളാം എന്നുള്ളത് ഞാൻ പോയതാണ്. അങ്ങനെ പോയി ഈ പറഞ്ഞ എൻ്റെ ഭാഗ്യത്തിന് എൻ്റെ ജീവിതത്തിൽ ആദ്യം ഞാൻ ചെയ്യുന്നത് ദളപതി വിജയ് സാറിൻ്റെ നയൻതാരേൻ്റെ ഒക്കെ കൂടെയാണ്. നയൻതാര മാം ആയിരുന്നു ഹീറോയിൻ, വിജയ് ആയിരുന്നു ഹീറോ, വില്ല് എന്നായിരുന്നു പടത്തിൻ്റെ പേര്. അപ്പം അത്രയും ലെജൻഡറി ആൾക്കാരുടെ കൂടെ ഫസ്റ്റ് പടം അസിസ്റ്റൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ അതെനിക്ക് ഭയങ്കര, ഇപ്പം ആലോചിക്കുമ്പോൾ ഒക്കെ എനിക്കറിയില്ല എത്ര പേർക്ക് ഓപ്പർച്യൂണിറ്റി കിട്ടും എന്നുള്ളത്. അപ്പം പോയി കഴിഞ്ഞ് പക്ഷേ ഞാൻ ആദ്യം വിചാരിച്ചിരുന്നു ഓക്കെ 9 to 5 ജോബൊക്കെ പോലെ ആയിരിക്കും, അല്ലെങ്കിൽ ഓക്കെ 9 to 9. അങ്ങനെ ഷൂട്ട് കഴിഞ്ഞ് ബാക്കി എല്ലാവരും പോകുന്ന സമയത്താണ് ഞാൻ വിചാരിച്ചു ഓക്കെ നമ്മുടെ പണി കഴിഞ്ഞ് നമ്മളും പണിയൊക്കെ കഴിഞ്ഞ് പോവാം. പക്ഷേ എൻ്റെ സീനിയർ ആർട്ടിലുള്ള ആള് പറഞ്ഞു അത് പോവാറൊന്നും ആയിട്ടില്ല, നമുക്ക് ഇനിയാണ് പണി തുടങ്ങുന്നത്, അടുത്ത ദിവസത്തെ സെറ്റപ്പ് ഉണ്ടാക്കണം. അപ്പം അത് വേറെ തന്നെ ഒരു ഡിഫറെൻ്റ് ഒരു വേൾഡാണ്, വേറെ തന്നെ അതിലൊരു നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ നമ്മളുടെ വിന്നിങ് ഫാക്ടർ പലതുമാണ്. അതായത് നമുക്കൊരു ആർട്ടിലൊരു സെറ്റ് ഉണ്ടാക്കി അത് ആൾക്കാരെ അപ്രിഷിയേറ്റ് ചെയ്യണം. പലരും അത് സെറ്റാന്ന് പോലും അറിയുന്നത് ഒരു ഇന്റർവ്യൂ വരുമ്പോഴായിരിക്കും. ഇപ്പോൾ അജയേട്ടൻ, മഞ്ഞുമൽ ബോയ്സിലെ അജയേട്ടനൊക്കെ, അജയേട്ടൻ ഇതിനു മുന്നേയും ലെജൻഡറി ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ മഞ്ഞുമൽ ബോയ്സിൽ അജയേട്ടൻ ഹിറ്റായി, സോ ഹാപ്പി. കാരണം ഞാൻ എൻ്റെ തുടക്കകാലം മുതൽ കാണുന്ന ആൾക്കാരാണ് ഈ ആർട്ട് ഡയറക്ഷൻ ഫീൽഡിലുള്ള ആൾക്കാർ. എനിക്ക് തോന്നുന്നു ഇവിടെ ആർട്ട് ഡയറക്ഷൻ അത്രയും സെലിബ്രേറ്റഡ് അല്ലല്ലോ, സെറ്റും കാര്യങ്ങളും മഞ്ഞുമൽ ബോയ്സ് ഒക്കെ വന്നപ്പോഴാണ് നമ്മള്. അപ്പം അത് ഭയങ്കര ഹാപ്പി ആയിട്ട് തോന്നാറുണ്ട്. കാരണം ഞാൻ സ്റ്റാർട്ട് ചെയ്തൊരു മേഖലയിൽ ഉള്ള എപ്പോഴും ആർട്ട് ഡയറക്ഷൻ ആൾക്കാർ നമ്മൾ വർക്ക് കുറച്ചും കൂടി കൂടുതൽ, അല്ലെങ്കിൽ ആ സെറ്റിൻ്റെ കാര്യവും എല്ലാം ലെസ് സെലിബ്രേറ്റഡ്. അതായത് അവരെ ഏറ്റവും നിങ്ങൾ ഉണ്ടായിരുന്നോ, അല്ലെങ്കിൽ അവർ ലാസ്റ്റ് ക്രെഡിറ്റ്സിൽ പേര് വരാൻ വേണ്ടിയിട്ട് കാത്തിരിക്കും, പേര് കാണാൻ വേണ്ടി. ഞാൻ അങ്ങനെ കാത്തുനിന്നുണ്ട്. ഞാൻ എൻ്റെ പേര് കാണാൻ വേണ്ടി ഫസ്റ്റ് പടത്തിൽ തമിഴിൽ എൻ്റെ പേര് ഞാൻ എഴുതി കൊണ്ടുപോയിട്ട് തിയേറ്ററിൽ ഈശ്വര ഇത് ഇങ്ങനെ തന്നെയല്ലേ എന്ന് നോക്കി നിന്നിട്ടുണ്ട്. അതൊക്കെ ഒരു എക്സ്പീരിയൻസ് ആയി തോന്നി. അത് കഴിഞ്ഞ് ആ ഒരു പടം മാത്രമാണ് അത് കഴിഞ്ഞ് ചെയ്ത പടവും
ഒരു വലിയ ഭാഗ്യമായി തോന്നിയിട്ടുണ്ട്. അത് ഇന്ന് ഇന്ത്യൻ സിനിമ സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു ഡയറക്ടറുടെ പടമായിരുന്നു. പ്രശാന്ത് നീൽ എന്ന് പറഞ്ഞ KGF-ന്റെ ഡയറക്ടറിന്റെ പടമായിരുന്നു. സെക്കൻഡ് അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റിയ അസിസ്റ്റന്റ് ആർട്ട് ഡയറക്ടർ കേട്ടോ. പ്രശാന്ത് നീലിന്റെ ഫസ്റ്റ് പടമായിരുന്നു അത്, ഉഗ്രം എന്ന് പറഞ്ഞിട്ടൊരു കന്നഡ സിനിമ. അപ്പം ഇന്ന് ഞാൻ ആരോടെങ്കിലും ഞാൻ പ്രശാന്ത് നീലിന്റെ പടത്തിൽ വർക്ക് ചെയ്തിട്ടെന്ന് പറഞ്ഞാൽ കിടന്ന് ചിരിക്കാൻ പോകാൻ അവിടെ നിന്ന് പറഞ്ഞു. അല്ലാണ്ട് നമ്മളങ്ങനെ അത്രയും വലിയൊരാളുടെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ വിശ്വസിക്കാൻ പറ്റില്ല. എൻ്റെ ചില ഫ്രണ്ട്സൊക്കെ ഇപ്പോൾ പറയുമ്പോഴും ശരിക്കും പ്രശാന്ത് നീൽ തന്നെയായിരുന്നോ, ആള് മാറിയിട്ടുണ്ടാവുന്നൊക്കെ. പിന്നെ ഏത് പോയിന്റിലാ ആക്ടിങ്ങിലേക്ക് വരണമെങ്കിൽ അവിടെ തന്നെ ഞാൻ ആ ഉഗ്രം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ആണ് മലർവാടീൻ്റെ ഓഡീഷനിലേക്ക് പോകുന്നത്. സോ ഞാൻ ഇവരോട് പറയും, മലർവാടിത്തെ ആ ലൊക്കേഷനിൽ നിന്നാണ് ഞാൻ മലർവാടീൻ്റെ ലൊക്കേഷനിലേക്ക് വന്നത്. ഇതൊന്നും ആരും വിശ്വസിക്കുന്നില്ല, എന്ത് ചെയ്യാനാ. ഇനിയൊക്കെ കുറച്ച് വിശ്വസിച്ചോളായിരിക്കും, ഇത്ര പബ്ലിക്കായിട്ടൊക്കെ ഇരുന്ന് പറയുന്നുണ്ടല്ലോ, സത്യം ഉണ്ടാവുമായിരിക്കുന്നല്ലേ. മലർവാടി കഴിഞ്ഞിട്ട് പിന്നെ ആണെങ്കിലും ഞാൻ കാണുമ്പോൾ ശ്രീറാം മേ ബി ഒരു സ്പേസിലേക്ക് എത്താനുള്ള ആ ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ എൻ്റെ ഇടയിൽ പറയട്ടെ, എനിക്ക് സിനിമയിൽ എപ്പോഴും ഇതുവരെയുള്ളത് വെച്ച് ശ്രീറാം ചെയ്തതെന്ന് പറഞ്ഞാൽ ആലോചിച്ചാൽ ഏറ്റവും ആദ്യം മനസ്സിൽ വരുന്ന സിനിമയാണ് ആർട്ടിസ്റ്റ്. അതെ, കുറച്ച് നല്ല രീതിയിൽ അത് ഉപയോഗിച്ചിട്ടുണ്ട് ആ സിനിമ എന്ന് തോന്നുന്നു. മേ ബി എത്ര പേര് കണ്ടിട്ടുണ്ടല്ലേ, ഗംഭീര ഒരു സിനിമയുമാണത്. അപ്പൊ എന്താ പറയാ, ഒരു ഭയങ്കര ഹാപ്പനിങ് ആയ ഒരു സമയത്താണ് അത് റിലീസ് ചെയ്യുന്നത് വെച്ചാൽ എവിടെയോ എത്തിയത്, അത്ര ഗംഭീര സിനിമയാണത്. അപ്പം അതൊക്കെ എന്താ പറയുക, നമ്മളതിലേക്ക് വരിക, നമ്മളതിലേക്ക് നമ്മളാവുക, ആ ഒരു ക്യാരക്ടർ, അതൊക്കെ ചെറിയ കാര്യവുമല്ല. കാരണം ചെറിയ ആൾക്കാരല്ല നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്നതൊക്കെ. പക്ഷെ ഇതിൻ്റെ ഇടയിലാണെങ്കിലും എടുക്കുന്ന എഫേർട്ടുകൾ ഉണ്ടാവും, നമ്മുടെ സ്ട്രഗിൾസ് ഉണ്ടാവും. ഇപ്പോൾ ഒരുപക്ഷെ അതിനെ ഓവർകം ചെയ്യാനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമാണോ ശ്രീറാം ഇങ്ങനെ ഇതിന് വേണ്ടി എന്ന് പറഞ്ഞിട്ട് അത് മാത്രം അങ്ങനെ ഞാൻ കണ്ടിട്ടില്ല. അതിൻ്റെ ഇടയിൽ ഷോർട്ട് മൂവീസ്, നല്ല നല്ല ഷോർട്ട് മൂവീസ് ചെയ്യും, സീരിയൽസ്. അത് ആൾക്കാർക്ക് എന്നേക്കാൾ, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ എന്ന് പറഞ്ഞത്. കാരണം ഞാൻ പറയുമ്പോൾ അയ്യോ ഇത് ഞങ്ങളുടെ കുട്ടിയല്ലേ എന്ന് വെച്ചാൽ ഞാൻ രണ്ടിപ്പോവും, അത്രയും അല്ലേ. കസ്തൂരിമാൻ, അങ്ങനെ ഒരുപാട് ശ്രീറാമിനെ ആൾക്കാർ അത്രയും സ്നേഹിക്കുന്ന പ്രോജക്റ്റുകൾ ചെയ്യുന്നുണ്ട്. അങ്ങനെ പല മേഖലകളിൽ കൂടിയാണ്. മറ്റേ ചുമ്മ എന്ന് പറഞ്ഞൊരു ഇതുണ്ടായിരുന്നു അല്ലേ, അതൊക്കെ ഒരു ഐഡന്റിറ്റി ഉള്ള. അപ്പം എങ്ങനെയാണ് എന്നെ അങ്ങനെയാണ് കൊണ്ടുപോകണത് എന്ന്, അതെന്താണ് ആ ധൈര്യം? ചിലരത് പേടിക്കും, അയ്യോ അങ്ങനെ പോയാൽ ചിലപ്പോൾ എനിക്ക് ഈ സ്പേസ് ഇല്ലാതെ പോവോ, അങ്ങനെ ഇരുന്ന് ഞാൻ കണ്ടിട്ടില്ല. ഇല്ല, അത് ഇൻ ബിറ്റ്വീൻ ആക്ഷൻ ആൻഡ് കട്ട് അല്ലേ, ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആ ആക്ഷൻ കേൾക്കുമ്പോൾ നമുക്ക് വരുന്നൊരു എനർജി ഉണ്ട്, അത് ക്യാമറേൻ്റെ മുന്നിൽ വരുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. അതൊക്കെ തന്നെയാണ് ഇതിലെല്ലാം. അങ്ങനെ ഒരു കോമൺ ഫാക്ടർ ഉണ്ടല്ലോ, ആ കോമൺ ഫാക്ടറിൽ വിശ്വസിക്കുന്ന ആളാണ്, അതുകൊണ്ടാണ്. അപ്പം അങ്ങനെ പല തരത്തിലുള്ള കാര്യങ്ങൾ വർക്ക് ചെയ്യുമ്പോൾ എന്തെങ്കിലും അതിൻ്റെതായിട്ടുള്ള എന്തെങ്കിലും ചേഞ്ചസ് ഫീൽ ചെയ്യാറുണ്ടോ? ചേഞ്ചസ് ഉണ്ട്, ഓഫ് കോഴ്സ്. അതിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ പറയും മീറ്ററിന് വ്യത്യാസം ഉണ്ടെന്ന്. മീറ്റർ സീരിയലിൽ ഒരു മീറ്ററാണ്, സിനിമയിലൊരു മീറ്ററാണ്, ഷോർട്ട് ഫിലിംസും മ്യൂസിക് വീഡിയോസിൽ തന്നെ വ്യത്യാസങ്ങളുണ്ടല്ലോ. എല്ലാത്തിലും ഒരു ഫാക്ടർ നീ പറഞ്ഞത്, ആൾക്കാർക്ക് അത് എടുക്കാനുള്ള പാഷൻ ആണ്. ഇപ്പം എന്തെടുക്കുമ്പോഴും, ഞാനൊരു പുതിയ ആൾക്കാരുടെ കൂടെ ഷോർട്ട് ഫിലിം ചെയ്യുമ്പോഴും അയാളിൽ ഈ പാഷൻ കാണുമ്പോഴാണ് നമ്മൾ ഒരുമിച്ച് വർക്ക് ചെയ്യാനുള്ള ഒരു ഇത് വരുന്നത്. അപ്പം ആ ഒരു ഫാക്ടർ ഉണ്ടെങ്കിൽ നമുക്ക് ഈസിയാണ് വർക്ക് ചെയ്യാൻ. ഇന്നത് ചെയ്തു എന്ന് വെച്ചിട്ട് നമ്മൾ ഒരിക്കലും സൈഡാവില്ല. അത് ഓപ്പൺലി സ്പീക്കിംഗ് അത് പലർക്കും ഉണ്ട്. എന്നെ പുതിയ സീരിയൽ എടുക്കാൻ പോകുന്ന പുതിയ പിള്ളേർ എന്നെ ഇടയ്ക്ക് വിളിച്ച് അല്ലെങ്കിൽ മെസ്സേജ് ചെയ്യും, ചേട്ടാ ഞാനൊരു സീരിയൽ എടുക്കാൻ പോവാണ്, അത് ചെയ്താൽ സിനിമ കിട്ടാൻ പാടാണോ എന്ന് ചോദിക്കും. ഞാൻ പറഞ്ഞു ഒരിക്കലും അല്ല. നമ്മൾ സീരിയൽ ചെയ്താൽ നമുക്ക് കൂടുതൽ എന്താ പറയുക, എക്സ്പീരിയൻസ് അതിനെ കൊണ്ട് ഉണ്ടാവുന്നേ ഉള്ളൂ. നമുക്കൊരു കോൺഫിഡൻസ് ആക്ച്വലി കൂടെ ഉള്ളൂ അതിനെ നല്ല രീതിയിൽ ഉപയോഗിച്ചാൽ. നമുക്ക് പഠിക്കേണ്ട കാര്യങ്ങൾ അതിൽ. അപ്പം ഞാൻ പറയട്ടെ, സീരിയലിൽ എൻ്റെ കൂടെ ശ്രീലത നമ്പൂതിരി എന്ന് പറയുന്ന ലെജൻഡറി ആക്ട്രസ് ആയിരുന്നു എൻ്റെ കൂടെ റെബേക്ക, ഇവരൊക്കെ തന്നെ പെർഫോമേഴ്സ് അല്ലേ. ശ്രീലത മാമൊക്കെ എത്ര വർഷമായി, എനിക്ക് തോന്നുന്നു 200 മുകളിൽ സിനിമകൾ ചെയ്തതാണ്. അവരുടെ കൂടെ നമുക്ക് അഭിനയിക്കാൻ പറ്റുക പറയുന്നത് എന്തൊരു ഭാഗ്യം. അപ്പം ഒരിക്കലും അങ്ങനെ ഒരു സംഭവം ചെയ്തതുകൊണ്ട് നമുക്ക് കരിയർ ഉണ്ടാവാതെ വരുന്നില്ല. ഞാൻ പറഞ്ഞില്ലേ, ഫ്രം ബേസ് സ്റ്റാർട്ട് ചെയ്ത ഒരാളാണ്. അസിസ്റ്റൻ്റായി, ഞാൻ അസിസ്റ്റൻ്റ് ആവുന്ന 2.5 വർഷം അസിസ്റ്റൻ്റ് ആയിരുന്നു.
അന്ന് ഞാൻ വിചാരിച്ചിരുന്നത് ഓക്കെ ഞാൻ അസിസ്റ്റൻ്റായി കാലെടുത്ത് വെക്കുന്നു, എന്നെ കാണുന്നു, ഞാൻ സെലക്ട് ആവുന്നു. ഒന്നുമല്ല, അതിൽ വരുന്ന റിയാലിറ്റി വേറെയാണ്. നമുക്ക് ഇപ്പോഴും നമ്മൾ എന്തെങ്കിലും അറിയുന്നു വിചാരിച്ചിട്ട് ഒരു ലൊക്കേഷനിലേക്ക് പോയാൽ അവർ ഒരു സീൻ തരുമ്പോഴേക്കും അയ്യോ ഇതൊന്നും എനിക്കറിയില്ല അല്ലേ എന്നുള്ളത്, പെട്ടെന്ന് പഠിക്കാത്ത കാര്യങ്ങൾ ഒരുപാടുണ്ട്. ഫൈറ്റിങ് ചെയ്യാനും ഡാൻസ് ചെയ്യാനും എന്തൊക്കെ ഡിഫറെൻറ്റ് സ്റ്റൈൽസ് ഓഫ് ഡാൻസ് ആൻഡ് ഫൈറ്റ്സ് ഉണ്ട്. അതൊക്കെ ഒരു വലിയ യൂണിവേഴ്സാണ് ശരിക്കും ഇത്. ഇപ്പൊ ഇങ്ങനെ ഇതൊരു ധൈര്യം തന്നെയാണ്, അത് ചെയ്തുകൊണ്ട് എനിക്ക് ഈ അവസരം ഉണ്ടാവില്ല എന്നുള്ളത്. അത് ശരിവെക്കുന്ന പോലെ തന്നെ അവസരം ഉണ്ടാവും എന്നുള്ളതല്ലേ? അല്ല അതല്ല, ഇപ്പൊ സീരിയൽസ് ചെയ്തുകൊണ്ട് സിനിമയിൽ അവസരം ഇല്ലാതെ ആവും നമ്മൾ പേടിക്കണ്ടല്ലോ. ആ ഒരു പേടി വരുന്നില്ലല്ലോ. അപ്പം അതുകൊണ്ടാണോ എന്താ എനിക്കറിയില്ല. ഇപ്പൊ ഈ പറഞ്ഞ പോലെ ആർട്ടിസ്റ്റിന്റെ കാര്യം പറഞ്ഞ പോലെ ഇപ്പൊ ആർട്ടിസ്റ്റിലേക്ക് വരുന്നു. അതേപോലെ ഞാൻ സീരിയലിനാണ് വരുന്നത്. ചുമ്മാ എന്ന് പറയുന്ന എന്റെ സിറ്റ്കോം അത് കണ്ടിട്ടാണ് ശ്യാം സാർ എന്നെ ആർട്ടിസ്റ്റിലേക്ക് വിളിക്കുന്നത്. ആക്ച്വലി ഒരു ദിവസം വിളിച്ചപ്പം ശ്രീറാമാണ് പടത്തിലെ നെഗറ്റീവ് റോൾ ചെയ്യുന്നത്. ഞാൻ ഓക്കെ, ആരാണ് ലീഡ്? ഫഹദ് ഫാസിലാണ് ലീഡ്. ഞാൻ ദൈവമേ, ഫഹദിന്റെ കൂടെ നെഗറ്റീവ് റോൾ, അതൊക്കെ എന്താ പറയാ വലിയ ഓപ്പർച്യൂണിറ്റി അല്ലേ. ഇന്നും എനിക്ക് പറയാം, ഞാൻ അഭിമാനിക്കുന്നു ആ ഒരു ക്യാരക്ടർ എനിക്ക് കിട്ടിയത്. 3 മെയിൻ റോളിൽ ഒരാളായിട്ടാണ്. ഇപ്പൊ ചുമ്മായെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് സിജു വിൽസൺ ഒക്കെ അല്ലേ നിങ്ങളുടെ ഒരു ഗ്രൂപ്പ്. ഞാൻ മാത്രല്ല ഒരുപാട് പേര് പിന്നെയും അതിൽ പേളി വന്നിട്ടുണ്ട്, അമിത് ചക്കാലക്കൽ വന്നിട്ടുണ്ട്, ദീപക് പറമ്പോൽ വന്നിട്ടുണ്ട്, നന്ദനുണ്ണി, കുറേ പേരുണ്ടായിരുന്നു. ചുമ്മയിൽ സ്റ്റാർട്ട് ചെയ്ത ഒരുപാട് പേര്. പക്ഷെ നിങ്ങളെയാണ് കേട്ടോ എപ്പോഴും പെട്ടെന്ന് ചുമ്മാന്ന് ആലോചിച്ചാൽ നിങ്ങളെയാണ് ഓർമ്മ വരിക. ഇപ്പൊ അത് കഴിഞ്ഞ അതാ ഞാൻ പറഞ്ഞു, ഇപ്പൊ ആർട്ടിസ്റ്റ് ചെയ്യുന്നു, ആർട്ടിസ്റ്റ് കഴിഞ്ഞിട്ട് പിന്നെ ഉയരയിൽ അതുപോലെ കുഴപ്പമില്ലാത്തൊരു നല്ല ക്യാരക്ടറാണ്. ഇതൊക്കെയും സീരിയലിലൊക്കെ നിൽക്കുമ്പോ തന്നെയല്ലേ വരുന്നത്. അപ്പൊ അതൊക്കെ എങ്ങനെയാണ്, ഈ കോണ്ടാക്ട്സ് ഉള്ളത് കൊണ്ട് വരുന്നതാണോ അതോ ഇതിന്റെ ഇടയിൽ എഫേർട്ട് എടുക്കാറുണ്ടോ? എഫേർട്ട് ഇല്ലാതില്ല. എസ്ക്യൂബ് ഫിലിംസിന്റെ മുമ്പത്തെ ഒരു വർക്ക് നമ്മൾ ഒരുമിച്ച് ചെയ്തിട്ടുണ്ട്. എനിക്ക് അതിലുപരി ആ ഫാമിലി ആയിട്ട് ഒരുപാട് ക്ലോസ് ബന്ധമുണ്ട്. കാരണം എൻ്റെ ഫാദറിന്റെ സ്റ്റുഡൻസ് ആയിരുന്നു 3 പേരും. അപ്പം ആ കാലം മുതൽ എന്നൊക്കെ ഞാൻ ജനിക്കുന്ന സമയം മുതൽ അവർക്ക് അറിയാം. എനിക്കും ഒരുപാട് ആഗ്രഹമായിരുന്നു. ഞാൻ ജനിച്ച മുതൽ കാണുന്ന ഒരു ഫിലിം എന്താ പറയാ, എൻ്റെ വീടിൻ്റെ അടുത്തൊക്കെ ഞാൻ ആദ്യമായിട്ട് സിനിമ ഇവര് കൊണ്ടുവരുന്ന ഷൂട്ടിങ്ങിലാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അപ്പം ഞാൻ അവരുടെ ഒരു പ്രൊഡക്ഷനിൽ ഒരു വർക്ക് ചെയ്യുക എന്നുള്ളത് എൻ്റെ വലിയ ഡ്രീമാണ്. അങ്ങനെ ഞങ്ങളൊരു ഫസ്റ്റ് മ്യൂസിക് വീഡിയോ ചെയ്തു. അത് കഴിഞ്ഞ് അവർ സിനിമ ഒരു ഇത് ലോഞ്ച് ചെയ്തപ്പോൾ അവരെന്തായാലും ഒരു ക്യാരക്ടർ തരുന്നുണ്ടാവും എന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അത് തന്നു. അത് നല്ല ഹിറ്റാവും ചെയ്തു. അത് ആക്ച്വലി നല്ല ആക്സെപ്റ്റൻസ് ഉണ്ടായിരുന്നു ആ ഒരു സീനിന്. അത് കഴിഞ്ഞ് ഇപ്പോഴും ഞങ്ങൾ അത് കഴിഞ്ഞൊരു സീരീസ് ഒക്കെ ചെയ്തു. എസ്ക്യൂബിന്റെ ഒക്കെ സീരീസ് ഉണ്ടായിരുന്നു. ഇനിയും പ്രോജക്റ്റുകൾ ചെയ്യാൻ പറ്റട്ടെ. അതെ, തീർച്ചയായിട്ടും. ഇപ്പൊ എന്തോ ഒരു സീരീസിന്റെ ഷൂട്ട് നടക്കുന്നുണ്ട്. ഇപ്പം മിഥുൻ മാനുവലിന്റെ അണലി എന്ന് പറയുന്ന സീരീസിന്റെ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുക. ക്യാരക്ടർ എങ്ങനെയാ പറയാവുന്ന? അല്ല അങ്ങനെയല്ല, നല്ല ഭയങ്കര ചലഞ്ചിങ് ആയ, അല്ല അതല്ല ഞാൻ ചോദിക്കുന്നത്, എന്തെങ്കിലും ഡിഫറെന്റ് ആയിട്ടുള്ള ചലഞ്ചിങ് ആയിട്ടുള്ള അത്തരത്തിലാണോ? എല്ലാം ചാലഞ്ചിങ് തന്നെയാ. ഞാനിപ്പോ നേരത്തെ പറഞ്ഞു വന്നത്, ഇപ്പം നമുക്കൊരു സിനിമയത്തെ ചിലപ്പോൾ ഒരു സീനാണെങ്കിലും എനിക്ക് ആ സിനിമയത്തെ ഏറ്റവും വലിയ സീനായിരിക്കും ഞാൻ ചെയ്യുന്ന, അല്ലെങ്കിൽ നമ്മൾ ഭാഗമായിട്ടുള്ള സീൻ നമ്മൾ ഏറ്റവും 100% എഫേർട്ട് ഇട്ടിട്ടേ ആ സീൻ ചെയ്യാറുള്ളൂ. അപ്പം ഇപ്പോൾ ഈ എന്താ പറയുക, ഒരു ഡയലോഗ് ഇല്ലെങ്കിൽ പോലും ഇപ്പം ഞാൻ എപ്പോഴും പറയും, മലർവാടീനെ എപ്പോഴും ഞാൻ പറയുന്നത്, എനിക്ക് പടത്തിൽ ഡയലോഗൊന്നുമില്ല, ജസ്റ്റ് ഒരു പാസിങ് ഷോട്ടാണ്. പക്ഷെ ഞാൻ ഇപ്പോഴും അഭിമാനത്തോടെ പറയുന്നില്ലേ മലർവാടിയിലാണ് ഞാൻ തുടങ്ങിയതെന്ന്. ആ വാല്യൂ ആ ഒരു ക്യാരക്ടറിന് കൊടുക്കുമ്പം നമുക്ക് ഒരു ഹാപ്പിനെസ് വരുന്നത്. ഇപ്പൊ എങ്ങനെയാ കുറച്ചും കൂടി കൂടുതൽ മൂവീസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? എങ്ങനെയാണ് ഓപ്പർച്യൂണിറ്റീസ് കുറച്ചുകൂടെ ബെറ്റർ ആണെന്ന് തോന്നിയിട്ടുണ്ടോ? പിന്നെ ഇപ്പൊ ഒന്നാമത് കുറേ ടാലന്റഡ് ആൾക്കാർ എന്താ പറയാ, ഒരുപാട് പേരുണ്ടല്ലോ. നമ്മൾ ആ എഫേർട്ട് എടുത്താൽ ആൾക്കാരെ മീറ്റ് ചെയ്ത് നമ്മൾ ഈ പറഞ്ഞ ഓഡീഷൻസ് അറ്റൻഡ് ചെയ്ത് അതിനുള്ള ഒരു എഫേർട്ട് നമ്മൾ എടുക്കണം. അല്ലാണ്ട് എപ്പോഴും പറയുന്ന പോലെ സിനിമയ്ക്ക് നമ്മളല്ല, നമുക്ക് സിനിമേനാണ് ആവശ്യം. അത് മൈൻഡിലുണ്ടായാൽ മതി.
ഇനിയിപ്പോൾ മുന്നോട്ട് പോവുകയാണെങ്കിലും ഇങ്ങനെ തന്നെ ആയിരിക്കും ചെയ്യുക? എന്ത് നല്ല വർക്ക് വന്നാലും എടുക്കും, അത് TV ആണെങ്കിലും ആഡ്സ് ആണെങ്കിലും? അതെ, ഞാനിപ്പം സീരിയൽ എന്നോട് എപ്പോഴും ചോദിക്കാറില്ല എന്താ സീരിയലിലേക്ക് വരാത്ത. ഞാൻ സീരിയലിൽ എനിക്ക് പറ്റിയ ക്യാരക്ടറാണെന്ന് തോന്നുമ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ആ ക്യാരക്ടറിനോട് ഇപ്പോൾ 100%, ഇപ്പോൾ ജീവ എന്ന് പറഞ്ഞ ക്യാരക്ടറിന് എനിക്ക് 100% കൊടുക്കാൻ പറ്റി. അതുകൊണ്ടാണ് തോന്നുന്നു ആൾക്കാർക്ക് ഇപ്പോഴും ഇഷ്ടം. അതേപോലെ ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ അതിന് മുകളിൽ ഒരു ക്യാരക്ടർ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ചിലപ്പോൾ അതായിരിക്കും ഞാനിങ്ങനെ സീരിയൽ എടുക്കാത്തത്. നല്ലത് വന്നാൽ തീർച്ചയായിട്ടും എടുക്കും. നല്ലത് വന്നാൽ എത്രയോ പേര്, ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനെ നമ്മളെ ഡെയിലി കാണണമെന്ന് ആഗ്രഹമുള്ള എത്ര പേരുണ്ട്. അപ്പോൾ അവരോട് ഈ ഒരു കാര്യം ഞാൻ എപ്പോഴും പറയാറ്, എനിക്ക് മുമ്പത്തെ പോലെ അല്ലെങ്കിൽ അതിനും നന്നായിട്ട് ഒരു ക്യാരക്ടർ ചെയ്യണമെന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഇതെടുത്തത്. പിന്നെ സിനിമ, അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ സിനിമ എനിക്ക് തുടക്കം മുതൽ ഞാൻ സിനിമ ചെയ്യണമെന്ന് ആഗ്രഹിച്ചു വന്നതാണ്. സോ ഇപ്പോൾ സീരിയൽ ചെയ്യുമ്പോൾ നമ്മളൊരു 4 വർഷം സമയം അതിനായിട്ട് മാറ്റി വെക്കേണ്ടി വരും. അതിൻ്റെ ഇടയിൽ നമുക്കൊരു വലിയ പ്രോജക്റ്റ് ഒരു 3 മാസമോ അല്ലെങ്കിൽ 2 മാസത്തെ പ്രോജക്റ്റ് വന്നാൽ നമുക്ക് ചിലപ്പം ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അപ്പം നമ്മൾ എല്ലാത്തിനും ഒരു സമയം കൊടുക്കണമല്ലോ. ഇതിന് ഇത്ര സമയം, അല്ലാണ്ട് ഇമ്മീഡിയറ്റ്ലി പോയിട്ട് മിഠായി വാങ്ങിച്ചു വരുന്ന പോലെ നമുക്ക് ഒരിക്കലും പറ്റില്ല. ഇപ്പൊ സിനിമയെ നമ്മളിലേക്ക് കൂടുതൽ അടുപ്പിക്കാൻ എന്തെങ്കിലും പൊടിക്കൈകൾ ചെയ്യുന്നുണ്ടോ പുതിയതായിട്ട്? അടുപ്പിക്കാൻ ഈ പറഞ്ഞ ആൾക്കാരെ പോയി മീറ്റ് ചെയ്യുക, ഓഡീഷൻ ചെയ്യുക, പൊടിക്കൈ എന്ന് പറയുന്ന എഫേർട്ട് തന്നെയാണ് നമ്മളുടെ പൊടിക്കൈ, അല്ലാണ്ട് വേറെ ഒരു പൊടിക്കൈ അല്ല. എപ്പോഴെങ്കിലും അങ്ങനെ തോന്നുമോ നമുക്ക് കുറേ സമയം നമ്മളൊരു കാര്യത്തിന് വേണ്ടി തന്നെ ഇങ്ങനെ ട്രൈ ചെയ്യുന്നു? ഇപ്പൊ എത്ര പടം ചെയ്തിട്ടുണ്ടാവും? ഞാനങ്ങനെ കൗണ്ട് ചെയ്ത് വെച്ചിട്ടില്ല. പടം 7 or 8. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വേറെ എല്ലാവരൊക്കെ, ഞാൻ ചില പിള്ളേരൊക്കെ കണ്ടിട്ടുണ്ട്, ഒരു സിനിമയിൽ വരും, അയ്യോ ഇത് നമുക്ക് ശരിയാവില്ല. അപ്പം വെച്ചാൽ അവർ വിചാരിക്കണത് ഇന്ന് അവൻ വന്നു, നാളെ പിന്നെ അവൻ്റെ പിന്നാലെ ഡേറ്റിന് വേണ്ടി നമ്മൾ ഓടി നടക്കുന്നത് പോലെ. ആ സ്ഥലത്താണ് ശ്രീരാമിനെയൊക്കെ പോലുള്ള ഒരാൾ വളരെ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഭയങ്കര പോസിറ്റീവായിട്ട് അപ്പോൾ വരുന്നവർക്ക് ഈ നമ്മൾ ഡൗൺ ആവുന്ന സമയങ്ങൾ ഉണ്ടാവുമല്ലോ നാച്ചുറലി. നമുക്കൊരു ഓപ്പർച്യൂണിറ്റി ആ ഒരു ഓപ്പർച്യൂണിറ്റി എന്താ നമുക്ക് വരാത്തതെന്നുള്ളൊരു സംഭവം എന്തൊക്കെ പറഞ്ഞാലും ഒരു മനുഷ്യനല്ലേ, അതെന്തായാലും വരും. പക്ഷേ എന്തൊക്കെ ബാക്കിയുള്ള പഠിക്കാനുണ്ട്, ബാക്കിയുള്ള ഒബ്സർവ് ചെയ്യാനുണ്ട്. ഞാൻ ഒരു സമയത്ത് കുറേ സിനിമകൾ കണ്ടിരുന്നില്ല. പിന്നെ എനിക്ക് എൻ്റെ സുഹൃത്ത് വലയത്തിൽ ഈ പറഞ്ഞ ചർച്ചകളൊക്കെ നടത്തുമ്പം ഞാൻ അയ്യോ ആ പടം അല്ലെങ്കിൽ ഇവർ കാണുന്ന പോലെ ഞാൻ എന്തുകൊണ്ട് കാണുന്നില്ല. അപ്പം ഞാൻ ഡെയിലി സിനിമകൾ കാണാൻ തുടങ്ങി. കുറേ ഇപ്പോഴും ഈ സിനിമ കാണുക എന്ന് പറയുന്നത് ഭയങ്കര ഒബ്സർവേഷൻ ഉള്ളതാണ്. തീർച്ചയായിട്ടും അത് ബി പ്രിപ്പയർഡ്. നമ്മൾ ഓപ്പർച്യൂണിറ്റി വന്നില്ലല്ലോ എന്നുള്ളതിനെക്കാട്ടും നമുക്ക് ചെയ്യാൻ അല്ലെങ്കിൽ പഠിക്കാനുള്ള കാര്യങ്ങൾ ഫോക്കസ് ചെയ്താൽ വലിയ കുഴപ്പമുണ്ടാവില്ലെന്ന് തോന്നുന്നു. പ്രിപ്പയർഡായിട്ട് നിന്നാൽ മതി, വന്നോളും. അങ്ങനെ ഇപ്പോൾ കമ്മിങ് ബാക്ക് ടു വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ ലേറ്റസ്റ്റ് ആയി ചെയ്ത സിനിമയാണ്. അപ്പോൾ അതിൽ വർക്ക് ചെയ്യുമ്പോൾ സത്യം പറഞ്ഞാൽ കുറേ ഈ പറയുന്ന നെപ്പോട്ടിസം, സിനിമാക്കാരായവരുടെ മക്കളുണ്ട്, അല്ലാതെ വന്ന് സക്സസ്ഫുൾ ആയവരുണ്ട്, കൂടെ ജേർണി ചെയ്യുന്ന നിങ്ങളെപ്പോലുള്ള ഒരുപാട് പേരുണ്ട്. അപ്പം അങ്ങനെ ഈ പഠിക്കുന്ന ശ്രീറാം അതിൽ നിന്ന് എന്താ പഠിച്ചെടുത്തത് അത്രയും ദിവസം അതിൽ വർക്ക് ചെയ്യുമ്പോഴാണെങ്കിലും? നെപ്പോട്ടിസം തന്നെ പറയാം. നെപ്പോട്ടിസത്തിൻ്റെ അവർ ആരൊക്കെ മക്കളാണെങ്കിലും ഒരു പടം നമുക്ക് ലോഞ്ച് ചെയ്യാനേ പറ്റുള്ളൂ. ബാക്കിയുള്ളത് അവർ പേരുണ്ടാക്കിയതൊക്കെ അവരുടെ എഫേർട്ട് കൊണ്ടാണ്. ശരിക്കും അവരൊക്കെ തന്നെ, വിനീതേട്ടനൊക്കെ സെൽഫ് മെയ്ഡ് അല്ലേ. ഇപ്പോൾ ഈ പറഞ്ഞ എന്തൊക്കെ അദ്ദേഹത്തിന് പാടാൻ പറ്റുന്നുണ്ട്, ഡയറക്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്, അഭിനയിക്കുന്നുണ്ട്, അതിൽ നമ്മൾ ഇഷ്ടപ്പെട്ട ഒരാളല്ലേ. അപ്പം അവരുടെ എഫേർട്ട് ആസ് ആൻ ആക്ടർ തന്നെയാണ് ഞാൻ നോക്കി കാണാറ്. ഇപ്പോൾ ധ്യാൻ ശ്രീനിവാസനെ പോലെ ഇൻ്റർവ്യൂ ചെയ്യാന്ന് പറയുന്നത്, അല്ലെങ്കിൽ അങ്ങനൊരു ആൾക്കാരെ രസിപ്പിക്കുക എന്ന് പറയുന്നത് എന്നെ കൊണ്ട് പറ്റില്ല. എൻ്റെ ഇൻ്റർവ്യൂ കണ്ട് പലരും പറഞ്ഞിട്ടുണ്ട് അയ്യോ മെലോഡ്രാമയൊക്കെ ആവുന്നുണ്ടല്ലോ എന്നുള്ളത്. ഞാൻ തന്നെ ധ്യാൻ ശ്രീനിവാസന്റെ ഇന്റർവ്യൂസ് കണ്ട് എത്രയോ സമയം സ്പെൻഡ് ചെയ്യാറുണ്ട്. കൂടെ ഇപ്പം ധ്യാൻ പ്രൂവ് ചെയ്തു, അല്ലെങ്കിൽ അവൻ തമാശ മാത്രമല്ല ഇത്രയും കിട്ടലിനായിട്ട് അഭിനയിക്കാൻ പറ്റുന്ന പ്രൂവ് ചെയ്തില്ലേ. എന്തൊക്കെ പറയുമായിരുന്നു. അത് തിരയെ തന്നെ ആള് പ്രൂവ് ചെയ്തതാണ്. തിര ആള് വന്ന ഫസ്റ്റ് പടം ഇപ്പോഴും ചർച്ച ചെയ്യുന്ന പടങ്ങളാണ് തിര എന്ന് പറഞ്ഞ. അപ്പം ഈ പറയുന്ന ഒബ്സർവേഷൻ, ഈ ആൾക്കാരൊക്കെ എങ്ങനെ ഓരോ ക്യാരക്ടർ ചെയ്യുന്നു എന്ന് നോക്കിയാൽ മതി. ബാക്കിയുള്ളതൊക്കെ അവരുടെ ഈ പറഞ്ഞ
ആഡോൺസ് അല്ല, ആഡോൺസ് അല്ല, എന്താ പറയുക, ഭാഗ്യമല്ലേ. ഇപ്പോൾ ആർട്ടിസ്റ്റ് എന്ന് പറയുന്ന സിനിമ വന്നിട്ട് കുറേയായി, പക്ഷെ സ്റ്റിൽ ചോദിക്കാതിരിക്കാൻ പറ്റുന്നില്ല. ശ്യാം പ്രസാദ് സാറിനെ പോലെ സിനിമയുടെ സ്കൂളായിട്ടുള്ള ഒരാൾ, കുറേ സിലബസും സ്കൂളുള്ളതിൽ അദ്ദേഹം തീർച്ചയായിട്ടും. കൂടെ ഫഹദിനെ പോലെ അഭിനയത്തിൽ അഴിഞ്ഞാടുന്ന ഒരാൾ. അപ്പം ആ ടീമിൻ്റെ കൂടെയുള്ള ആ വർക്ക് ചെയ്യുന്ന ഒരു ഇത് എത്രത്തോളം ശ്രീറാം എങ്ങനെയാണ് അതിനെ ഡിഫൈൻ ചെയ്യുക? ഞാൻ ഇപ്പോൾ ആലോചിച്ച കാര്യം, ആ കാലത്തൊന്നും ഇങ്ങനത്തെ ഇൻ്റർവ്യൂസ് ഒന്നും അധികം ഇല്ലല്ലോ. അന്ന് ഈ കാര്യം എനിക്ക് പറയണമെന്ന് ഭയങ്കര ആഗ്രഹമുള്ള കാര്യങ്ങളായിരുന്നു. കാരണം ഞാൻ എൻ്റെ ഒരു ഇത് വെച്ചിട്ട് ഈ ഒരു വേൾഡിൽ നിന്ന് പെട്ടെന്ന് ഈ സിനിമ ഇതിലേക്ക് വന്നു എന്ന് വെച്ചാൽ ശ്യാം സാറ് സെലക്ട് ചെയ്ത് നമ്മളൊരു ക്യാരക്ടറിനെ കാണുന്ന ഒരു രീതി വേറെ തന്നെയായിരുന്നു. ശ്യാം സാറ് ക്യാരക്ടറിനെ ബിഹേവ് ചെയ്യിപ്പിക്കുക എന്ന് പറയുന്നൊരു പ്രോസസ്സ് ചെയ്തെടുക്കുന്ന ആളാണ്. അപ്പം ആദ്യത്തെ ദിവസം ഷോട്ട് കഴിഞ്ഞിട്ട് ശ്യാം സാറ് എനിക്ക് തോന്നുന്നു സാറ്റിസ്ഫൈഡ് ആയിരുന്നില്ല. അപ്പം എനിക്ക് തന്നെ അതും സിങ് സൗണ്ട് ആയിരുന്നു. നമ്മൾ ഡബിങ് പോയി ചെയ്തിട്ടുള്ള കാര്യമല്ല. ഇന്നിപ്പോ സിങ് സൗണ്ട് കോമൺ ആയിട്ടുള്ള കാര്യം. സിങ് സൗണ്ട് എന്ന് പറഞ്ഞാൽ നമ്മള് ഡയലോഗ് എല്ലാം ഓർമ്മിച്ച് വെക്കണം. ഫസ്റ്റ് സീനിന് കഴിഞ്ഞിട്ട് ശ്യാം സാറ് ഇവൻ ശരിയാവോ എന്നുള്ള എനിക്ക് തോന്നിയതാണ്. ഡൗട്ട് അടിച്ചിട്ട് ഇരിക്കുന്നുണ്ടോ എന്നൊരു ഡൗട്ട്. അത് കഴിഞ്ഞ് ശ്യാം സാർ തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞു, നീ ഫഹദ് അഭിനയിക്കുമ്പം അവിടെ വന്നോ, അവിടെ ഇരുന്നോ, നല്ലതായിരിക്കും, യു വിൽ ഗെറ്റ് എന്താ പറയുക, ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും ആൾ അഭിനയിക്കുന്നത്. ശ്യാം സാറിൻ്റെ അസിസ്റ്റൻറ്റ് രമ്യയാണ് അവൻ്റെ. അപ്പം എനിക്ക് ഷൂട്ടില്ലാത്ത സമയത്ത് അവിടെ പോയിരുന്ന് ഫഹദ് ആക്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നോക്കിയിരിക്കാറുണ്ട്. ഫഹദും അതെ, ആനഗസ്റ്റിനും അതെ. അതൊരു വേറെ തന്നെ എക്സ്പീരിയൻസ് ആണ്. രണ്ടുപേരും അയ്യോ നമ്മൾ ബിഹേവ് ചെയ്ത് അല്ലെങ്കിൽ ആള് ക്യാരക്ടറായി മാറി അത് ചെയ്യാന്ന് പറയുന്നൊരു ഇതിലേക്ക് വന്നു. എനിക്കോട് പിന്നെ നമ്മൾ അവിടെ ഇരുന്നിരുന്ന് പഠിച്ചതാന്ന് തോന്നുന്നു ഈ കാര്യങ്ങളൊക്കെ. ഫൈനലിലേക്ക് എനിക്ക് ലാസ്റ്റ് കുറച്ച് ദിവസത്തേക്കാണ് എൻ്റെ ക്യാരക്ടർ കുറേയും കൂടെ മെയിൻ സീക്വൻസിലേക്ക് വന്നത്. അപ്പം എനിക്ക് കുറച്ചും കൂടി ഹെൽപ്ഫുൾ ആയിരുന്നു ഇവരൊക്കെ കണ്ട് ഇവരുടെ ഒരു ആക്ടിങ് എങ്ങനെയാണെന്ന് ഒബ്സർവ് ചെയ്ത് പഠിക്കാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി. പ്രത്യേകിച്ച് ഫഹദൊക്കെ ചില സീൻ, ഒന്നാമത് ബ്ലൈൻഡാണ് ഫഹദ് സിനിമയിൽ. ആ ബ്ലൈൻഡ് ആയിട്ടുള്ള ഒരാൾ ബിഹേവ് ചെയ്യുന്ന രീതി നമ്മളൊക്കെ വേറെ സിനിമകളിലും അല്ലെങ്കിൽ ഇതങ്ങനെയല്ല. ആൾക്ക് അറിയുന്ന ആളെ ആലോചിച്ചിട്ടോ. ശ്യാം സാർ ഇടയ്ക്ക് എനിക്ക് തോന്നുന്നു ഈ ഒരു പടത്തിൻ്റെ റെഫറൻസിൻ്റെ കാര്യം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനതൊക്കെ ദൂരെ ഇരുന്നിട്ട് പോയി പടമൊക്കെ കണ്ടിട്ട് ആ പടത്തിലെ പോലെ അഭിനയിക്കുക, അതാണ് ടെക്നിക്ക് എന്നൊക്കെ വിചാരിച്ചിരുന്നു. പക്ഷെ അതൊന്നുമല്ല, ഇങ്ങനെ ഒരു ശൈലിയുണ്ട്, അത് ഭംഗിയായിട്ടൊക്കെ ചെയ്യും. ഈ അത് പറഞ്ഞപ്പോഴാണ് വിനീത് എന്ന് പറയുന്ന ഡയറക്ടറെ ഇപ്പോൾ 3 പടം എന്ത് തരത്തിലാണെങ്കിലും അദ്ദേഹത്തിനോട് വർക്ക് ചെയ്തല്ലോ. എങ്ങനെയാണ് വിനീത് എന്ന ഡയറക്ടർ? എങ്ങനെയാണ്? ആക്ടറെ ഞങ്ങൾ കാണുന്നുണ്ട്, പാട്ട് ഞങ്ങൾ കേൾക്കുന്നുണ്ട്. വിനീതേട്ടൻ ഭയങ്കര സൗമ്യനായി, ഇതാണ് സീന്. പിന്നെ സൗമ്യതേനെക്കാട്ടും കൂടുതൽ പുള്ളിക്കാരൻ ഭയങ്കര ഹാപ്പി മോഡിലാണ് ഷൂട്ട് ചെയ്യുക. തട്ടത്തിൽ മറയത്തിൻ്റെ എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ വിനീതേട്ടനാണ് ക്യാമറ ജോമൻ ചേട്ടൻ്റെ അടുത്ത് നിന്ന് വാങ്ങിച്ചിട്ട് ഓപ്പറേറ്റ് ചെയ്തത്. എന്ന് വെച്ചാൽ ആ സമയത്ത് വിനീതേട്ടൻ ജോമൻ ചേട്ടൻ്റെ അടുത്ത് ചോദിച്ചു, ചോമനെ ഞാനൊന്ന് ക്യാമറ ഒന്ന് ഇതാക്കട്ടെ. അപ്പോൾ എനിക്ക് ഭയങ്കര ഇതാണ് വിനീതേട്ടൻ DOP ആയിട്ട് അത് ആ സീൻ ചെയ്തതെന്നുള്ളത്. ആ സമയത്ത് ഈ പറഞ്ഞ പോലെ നമ്മൾ ശരിക്കും ഒരു ഹാപ്പി, ഞാൻ പറഞ്ഞില്ല വർഷങ്ങൾക്ക് ശേഷം എങ്ങനെയാണോ അതുപോലെ തന്നെയായിരുന്നു മലർവാടിയിലും, അതുപോലെ തന്നെയായിരുന്നു തട്ടത്തിൻ മറയത്തിലും. വിനീതേട്ടൻ്റെ കൂടുതലുള്ള അസിസ്റ്റൻസ് ഒക്കെ ഇപ്പം ജൂഡ് ആന്റണി, ഗണേഷ് രാജ്, ബേസിൽ, എല്ലാവരും ഈ പറഞ്ഞ പോലെ അതേ, എനിക്ക് തോന്നുന്നു അതേ ഹാപ്പിനെസ് ഇവരൊക്കെ ഷൂട്ട് ചെയ്യുമ്പോഴും ഉണ്ട്. ഇപ്പൊ ഈ മിഥുന്റെ ഇത് ചെയ്യുന്നു, വേറെ ഏതെങ്കിലും പ്രോജക്റ്റുകൾ ചെയ്യുന്നുണ്ടോ? ഞാൻ മധുവിധു എന്ന് പറഞ്ഞ സുരാജേട്ടൻ്റെ ഒരു വെബ് സീരീസിലും ചെയ്തു. അതും ഹോട്ട്സ്റ്റാറിൽ തന്നെ റിലീസ് ചെയ്യുന്ന. അതിന്റെ ക്യാരക്ടറിനെ കുറിച്ച് പറയാൻ പറ്റുമോ? അതും ക്യാരക്ടറിനെ കുറിച്ച് പറയാനൊന്നും ആയിട്ടില്ല. ഇതൊക്കെ ഷൂട്ടിംഗ് ഇപ്പൊ കഴിഞ്ഞിട്ടേ ഉള്ളൂ. വെറുതെ എന്തെങ്കിലും പറഞ്ഞൂടെ? പ്രൊമോഷൻ സമയത്ത് എന്റെ നല്ല ക്യാരക്ടർ അങ്ങനെയെങ്കിലും പറഞ്ഞൂടെ? അത് സൂപ്പർ ക്യാരക്ടറാണ്, രണ്ടിലും അതേ സൂപ്പർ ക്യാരക്ടർ. അല്ല, ഇങ്ങനെ എന്തെങ്കിലും വ്യത്യാസമുള്ള ക്യാരക്ടറാണോ അതോ ഇതുവരെ ചെയ്തത്? ഒന്നില് താടിയുണ്ട്, ഒന്നിൽ താടിയില്ല, മീശ മാത്രമേ.
ഞാൻ എന്തിനാ ഇതിങ്ങോട്ട് വിളിച്ചത്? ചെയ്ത് എനിക്ക് ഞാൻ ശ്രീനിവാസനെ പോലെയാണ്. വേറെന്താ എന്നോട് പറയാൻ പറ്റുക? ഇത് കൂടുതൽ എല്ലാം പറയാൻ പറ്റുമോ? ക്യാരക്ടറിനെ കുറിച്ചോ? അല്ല, എന്തെങ്കിലുമൊക്കെ പറയാം. ഇത്രയേ ഉള്ളൂ. ക്യാരക്ടറിനെ കുറിച്ച് ആ സമയത്ത് തന്നെ ഇന്റർവ്യൂവിന് വിളിക്കാം, അപ്പൊ ഞാൻ പറയാം. ഓക്കെ, അപ്പം എന്തായാലും ഇനിയത്തെ ബാക്കിയുള്ള മുന്നോട്ടുള്ള യാത്ര അതിഗംഭീരമായിട്ട് പോട്ടെ. കൂടുതൽ കൂടുതൽ വിശേഷങ്ങളൊക്കെ പറയാം. പാട്ട് പാടില്ല എന്ന് പറഞ്ഞു, ക്യാരക്ടറിനെ കുറിച്ച് ഒന്നും പറയില്ല, പിന്നെ എന്തിനാ നമ്മളോട് എങ്ങനെ ഭംഗിയായിട്ട് ഒരു ഇന്റർവ്യൂ അവസാനിച്ച് നമസ്തേ സമ്മതിക്കില്ല. ഞാൻ തുടക്കത്തെ കൊള്ളാക്കിട്ട് ഒന്ന് പൊക്കൂടെ. അതെ, നമ്മൾ എപ്പോഴാ പരിചയപ്പെട്ട ആ ദിവസം ഏതായിരുന്നു? ഞാൻ ഓർക്കാൻ ആഗ്രഹിക്കാത്ത. തൃപ്തിയായി, സന്തോഷം. അപ്പോൾ എനിവേസ് ശ്രീറാം ഒരുപാട് എനിക്കറിയാം, ഞാൻ അറിയുന്ന കാലം തൊട്ടും ശ്രീറാമിൻ്റെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ ഒരു ഫൈറ്റിംഗ് സ്പിരിറ്റ്. ഭയങ്കര രസമായിട്ട് നമ്മൾ തമ്മിൽ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ എനിക്ക്? അല്ല, ഫൈറ്റിംഗ് സ്പിരിറ്റ് എന്ന് പറയുന്നത് അല്ല, അതന്നെയാണ് നമ്മൾ ജീവിക്കുമ്പോഴാണല്ലോ നമുക്ക് ഇത്ര ഫൈറ്റ്. ഇനി പുതിയൊരു ഉണ്ണിപ്പാപ്പയും കൂടെ വരാൻ പോകുക അല്ലേ വീട്ടിൽ? അതിൻ്റെ സന്തോഷത്തിലും കൂടി ഇരിക്കുന്ന സമയമാണ്. അപ്പോൾ നമുക്ക് സത്യം പറഞ്ഞാൽ ഏത് മനുഷ്യനും പിന്നെ ഒരു സമയം കഴിയുമ്പോൾ കുടുംബമുണ്ട്, 2 കുട്ടികൾ, ഇതൊക്കെ വരുമ്പോൾ ഭഗവാനെ ഞാനിപ്പോൾ ചെയ്യണം അങ്ങനെയൊക്കെ തോന്നാമല്ലോ. പക്ഷെ അപ്പോൾ പോലും ഭയങ്കര പ്ലസൻ്റായിട്ട് അതിനെ കൊണ്ടുപോകുന്നൊരു രീതി ഉണ്ടല്ലോ. ഞാൻ ഫസ്റ്റ് കാണുന്ന ഇവിടെ വെച്ചിട്ടാണെന്ന് അറിയാം, ചുമ്മാ നടക്കുന്ന സമയത്ത് അവിടെ നമ്മുടെ JT പാക്കിൽ ഇതിന് നമ്മൾ ഒരുമിച്ചുണ്ടായിരുന്നു. ഞാൻ ആ സമയത്ത് ആദ്യം കാണുന്നത്, അന്ന് നമ്മൾ പരിചയപ്പെട്ടിട്ടില്ല കേട്ടോ, ആ ദിവസത്തെ പ്രാകണ്ട അല്ല, പക്ഷെ അപ്പം തൊട്ടും നമ്മൾ കാണുകയാണ്. ഭയങ്കര കൺസിസ്റ്റൻ്റ് ആണ് ആ ഒരു വേണം എന്നുള്ള ഒരു ഡ്രൈവ് ഉണ്ടല്ലോ. അതുകൊണ്ടാണ് ഇപ്പം ഈ നിൽക്കുന്ന സ്പേസിൽ കൂടുതലായിട്ട് വർക്ക് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോണത്. അപ്പം കൂടുതൽ സ്പേസിലേക്ക് കൂടുതൽ രീതിയിൽ കാണാൻ തീർച്ചയായിട്ടും ആഗ്രഹമുണ്ട്. അങ്ങനെ തന്നെ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ആൻഡ് ഇവിടെ വന്നതിന് ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്. ഇത്തിരി നേരം ഒത്തിരി കാര്യവുമായി നമുക്ക് വീണ്ടും കാണാം അടുത്ത ആഴ്ച മറ്റൊരു അതിഥി.